രാവിലെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കറിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. വളരെ വേഗത്തിൽ തയ്യാറാക്കാം. അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് ഞാൻ ഈ കറി തയ്യാറാക്കുന്നത്. അതിനായി ഞാനിവിടെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് പുഴുങ്ങി വെച്ചു. ഇനി ഇതുപോലൊന്ന് ഉടച്ചെടുക്കണം. കൈ കൊണ്ട് ഉടച്ചെടുത്താൽ മതി. ഇത് ഉടച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് കറി വെക്കാം. അധികം ചേരുവകളൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി. ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സവാള ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. സവാള ഉള്ളിയാണ് ഇതിന് നല്ലത്. ചെറിയ ഉള്ളിയെക്കാട്ടിലും നല്ലത് സവാള ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ആവശ്യത്തിന്. ഇനി ഇത് നല്ലവണ്ണം വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി ഏറെ ചേർത്തിട്ടുണ്ട്. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിനകത്ത് മുളക് ചേർക്കേണ്ട, അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഏറെ ചേർത്തത്. പിന്നെ അതിലേക്ക് തക്കാളി അരിഞ്ഞത് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഇനി ഇതൊന്ന് നല്ലവണ്ണം ഇതുപോലെ വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി മാത്രമേ ഞാനിവിടെ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് മസാല, ഗരം മസാല അങ്ങനെയുള്ള ഏതെങ്കിലും മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എനിക്കതൊന്നും ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനതൊന്നും ചേർത്തിട്ടില്ല. മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തു. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഉരുളക്കിഴങ്ങിനകത്തേക്ക് മസാലയെല്ലാം പിടിക്കുന്ന വരെ ഇതൊന്ന് ചെറുതായിട്ട് ഉടച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് വെള്ളം ചേർക്കണ്ടായെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട, അങ്ങനെ കഴിക്കാം. ചപ്പാത്തിക്കായതുകൊണ്ട് ഞാനിവിടെ ഇച്ചിരി ലൂസായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. ചൂടുവെള്ളം ചേർക്കാം. പച്ചവെള്ളമാണ് ഞാൻ ചേർത്തത്. പക്ഷേ നിങ്ങൾക്ക് ചൂടുവെള്ളം ഇഷ്ടമെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കിയിട്ട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനല്ലേ, അതുകൊണ്ട് വലിയ ഡ്രൈ ആയിട്ട് ഇതിനെ എടുക്കാതെ ഈ ഒരു രീതിയിലാണ് എന്തെടുക്കുന്നത്. ഇതൊന്ന് ചെറിയ തീയിലൊന്ന് അടച്ചു വെച്ചാൽ മസാലയൊക്കെ ഉരുളക്കിഴങ്ങിലേക്ക് ഒന്ന് പിടിച്ച് ഉപ്പും ഒക്കെ ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേക്ക് നമുക്കതൊന്ന് അടച്ചു വെക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് മല്ലിയില ചേർക്കണം. പിന്നെ ഞാനിവിടെ ഇതൊന്ന് അടച്ചു വെച്ച് ചെറിയ ആവിയൊന്ന് കയറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മല്ലിയില ചേർത്ത് ഇളക്കി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കസ്തൂരി മേത്തിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല. എനിക്കിഷ്ടമാണ്, പക്ഷേ എന്തെങ്കിലും ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ ചേർത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.